സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരം. 2.71 കോടി വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുക. ഇതിൽ 4 ലക്ഷത്തിലധികം പേരും പുതിയ വോട്ടർമാരാണ്. 30,495 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വാർത്തകളുടെ വിശദാംശങ്ങളും പോളിംഗ് വിശേഷങ്ങളുമായി എറണാകുളത്ത് നിന്നും സൈഫുനിസ അലിയാർ, മനീഷ ഇഷ മാത്യു, തിരുവനന്തപുരത്ത് നിന്നും VS സനു, ഹാൻസ്, അർജുൻ രാജ്, കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു, കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ, ഇടുക്കിയിൽ നിന്നും ജോയ്മോൻ ജോസ്, പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് എന്നിവരാണ് ഈ ബുള്ളറ്റിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം സൈഫുനിസ അലിയാറിലേക്കാണ്. സൈഫു, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ല ഉൾപ്പെടുന്ന മധ്യകേരളത്തിലെ വിധിയെഴുത്ത് ഇപ്പോൾ എങ്ങനെയാണ് ആദ്യഘട്ടത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം? അത് കൃത്യമായി നടക്കുന്നുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? തുടങ്ങിയ വിശദാംശങ്ങൾ എന്തൊക്കെ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ജനാധിപത്യത്തിന്റെ മഹോത്സവം നമ്മൾ കാണുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മധ്യകേരളം പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പറവൂരിലെ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജിലാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളാണ്, പറവൂർ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടെയാണ് വോട്ടുള്ളത്. ഇവിടെ 2 ബൂത്തുകൾ, ഈ ബൂത്തിൽ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ 2 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇവിടെ മൊത്തം 800 വോട്ടർമാരാണ് ഉള്ളത്. രാവിലെ 7 മണിക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. പ്രതിപക്ഷ നേതാവിന്റെ പേര് ഈ ബാലറ്റിൽ 4ാം സ്ഥാനത്താണ് ഉള്ളത്. കൈപ്പത്തി ചിഹ്നം. ആദ്യത്തെ പേര് ET ടൈസൺ മാസ്റ്ററിൻ്റെതാണ്, LDFിൻ്റേത്. BJP NDA സ്ഥാനാർത്ഥിയുടെ വത്സല പ്രസന്നകുമാറിൻ്റെത് 3ാം സ്ഥാനത്തുമാണ് ഈ ബാലറ്റിൽ ഉള്ളത്. അത് പ്രകാരമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത്. അല്പസമയം മുൻപ് ഇവിടെ മോക്ക് പോളിംഗ് പൂർത്തിയായി. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പോളിംഗിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജില്ലയിലാകെ 25,03,842 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,18,707 പേർ പുരുഷ വോട്ടർമാരും 12,85,108 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. ഇത് കൂടാതെ 27 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരും വോട്ട് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് കളമശ്ശേരി മണ്ഡലത്തിലാണ്. ഏറ്റവും വാശിയേറിയൊരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. അവിടെ മന്ത്രി P രാജീവാണ് അവിടെ LDFിന്റെ സ്ഥാനാർത്ഥി. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എറണാകുളത്താണ്. എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത്. ജില്ലയിലാകെ 3,100. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഓരോ വനിതാ ബൂത്തുകൾ വീതം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മോക്ക് പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ബട്ടൺ അമർത്തി കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകളൊന്നും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തും. കുടുംബസമേതമാണ് അദ്ദേഹം എല്ലാ തവണയും വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ എത്താറുള്ളത്. ഇത്തവണയും അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അനുസരിച്ച് 14 ഈ എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിലും UDF വെന്നിക്കൊടി പാറിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാസർഗോഡ് നിന്ന് എണ്ണി വരുമ്പോൾ എറണാകുളത്ത് എത്തുമ്പോൾ UDFന് ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും എറണാകുളം ജില്ലയിൽ ആ ഒരു പ്രതീക്ഷയിൽ UDF തരംഗം ഉണ്ടാകുമോ, അതോ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ 35 സീറ്റുകൾ നേടി LDF ആ രീതിയിൽ ഇത്തവണയും വലിയ ഒരു മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ വോട്ടുകളൊന്നും അല്ലെങ്കിൽ സീറ്റുകളൊന്നും പാഴാക്കാതെ കൂടുതൽ സീറ്റുകൾ പിടിക്കാനാകുമോ, ഭരണത്തിലേറാനാകുമോ എന്നുള്ളതൊക്കെയാണ് ഓരോ മുന്നണികളും കണക്ക് കൂട്ടുന്നത്. അതുകൂടാതെ തന്നെ തൃശ്ശൂരിലും കിഴക്കമ്പലത്തും ഒക്കെ തന്നെ നടത്തിയ ഒരു വലിയ കുന്നത്തുനാട്ടിലൊക്കെ നടത്തിയ വലിയൊരു പ്രകടനം NDAയുടെ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതുമാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും നമ്മൾ നോക്കിക്കാണുന്നത്.